സോൾട്ട് ആൻഡ് പെപ്പറിൽ മൈഥിലിയുടെ ആ പാവാടയില്ലേ, അയ്യോ അത് കൊതിക്കാത്ത ഏത് 90s പിള്ളേരുള്ളല്ലേ അത് കണ്ടിട്ട് അതുപോലത്തെ ഒരു പാവാട വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളവരാണ് ഭൂരിഭാഗം പേരും. ഇന്ന് അതുപോലത്തെ പാവാടയില്ല, കുർത്തിയാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഞാൻ ഈ ഇത് സ്റ്റിച്ച് ചെയ്ത് തീരുന്നതിൻ്റെ ഇടയ്ക്ക് വരെ എൻ്റെ വീട്ടുകാർ മുഴുവൻ എൻ്റെ പാട്ട് കേട്ട് സഹിച്ച് കഷ്ടപ്പെട്ടു. കാണാമുള്ളാലുൾ നീറും നോവാണനുരാഗം കേട്ട് കേട്ട് വീട്ടുകാർ വെറുത്തുപോയി. ഞാനിത് എൻ്റേതായ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യണത്. എനിക്കിത് സ്റ്റിച്ച് ചെയ്യാനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. 3 ലെയറായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എൻ്റെ മൈൻഡിലില്ല. ഞാൻ ഊഹത്തിന് വെച്ച് കട്ട് ചെയ്യണം. കാരണം വെച്ചാൽ നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള നല്ല സൂപ്പർ മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇഷ്ടംമാതിരി വീതിയുണ്ട്, നല്ല വീതിക്കുണ്ട് തുണി. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാമല്ലോ എന്നുള്ള ധൈര്യത്തിന് ഞാൻ അങ്ങനെ എടുത്ത് രണ്ടും കൽപ്പിച്ച് അങ്ങ് കട്ട് ചെയ്യണം. കുറേ നാൾ മുന്നേ മേടിച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാനത് ഇന്നെടുത്ത് സോൾട്ട് ആൻഡ് പെപ്പർ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യോക്ക് പാട്ടിനുള്ള തുണി താഴെയുണ്ട്, അത് ഞാൻ കാണിക്കണില്ല. ഞാനിപ്പോൾ താഴത്തെ പ്ലീറ്റഡ് പോർഷന് വേണ്ടിയിട്ട് 10 ഇഞ്ച് വരെ നീളത്തിൽ താഴത്തേക്ക് ഓരോ പീസാക്കിയിട്ട് കട്ടയാണ് ചെയ്യണത്. 10 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് നമുക്ക് സീമായിട്ട് വേണമല്ലോ, സീം അലവൻസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇതിൻ്റെ വീതി നമ്മൾ എന്തോരം എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഈ ഒരു സൈഡ് തന്നെ 29 ഇഞ്ച് വരുന്നുണ്ട്. അങ്ങനെ 3 പീസാണ്. 3 പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. താഴത്തേക്ക് നമ്മൾ എടുക്കുന്നത് 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 11 വെച്ചിട്ട് 3 പീസാക്കിയേക്കണം. 11, 11, 11 3 പീസാക്കിയേക്കണം നമ്മൾ കേട്ടോ. അങ്ങനെ 3 പീസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. 10 ഇഞ്ച് ഇറക്കത്തിനാണ് 3 പീസും എടുക്കണത്, അത്രയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലത്തെ യോക്ക് പോർഷൻ കട്ട് ചെയ്യും. 10 ഇഞ്ച് വെച്ച് താഴേക്ക് ഒരേപോലെയാണ് 3 പീസും കട്ട് ചെയ്തേക്കണേന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുകളിലത്തെ ആ ഒരു ഫസ്റ്റത്തെ ലെയറിന് നമ്മൾ പ്ലീറ്റൊക്കെ പിടിച്ച് വരുമ്പോൾ ലെങ്ത്തിന് ആ തുണി മതിയാവും. രണ്ടാമത്തെ 2ഉം 3ഉം ലെയർ വന്നപ്പോൾ എനിക്ക് തുണി പോരാണ്ട് വന്നു. അപ്പം ഞാൻ എക്സ്ട്രാ പീസ് അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റ് രണ്ടും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇതിനൊക്കെ എത്ര മെഷർമെൻറ്റ്സ് വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇപ്പം ഞാൻ യോക്ക് പോർഷനാണ് കട്ട് ചെയ്യണത്. യോക്ക് പോർഷന് ലെങ്ത്ത് ഞാനൊരു 13.5 ലെങ്ത്തിലാണ് യോക്ക് എടുക്കണത് കേട്ടോ, മുകൾ ഭാഗം എടുക്കണേ. പിന്നെ എൻ്റെ ചെസ്റ്റ് പോർഷൻ്റെ അളവ് വരുന്നത് 8 ഇഞ്ച് പ്ലസ് 1.5 സീം എടുക്കണോ. അത് കഴിഞ്ഞ് വേസ്റ്റിൻ്റെ ഭാഗം 7 പ്ലസ് ഒരു 1.5 സീം അലവൻസ് എടുത്ത് കൈക്കുഴി 7. അതിൻ്റെ വെട്ടിയിട്ടൊന്നും മുറിയണില്ല, അങ്ങ് പോണ കണ്ടോ, കത്രികയ്ക്ക് മൂർച്ചയില്ല ഗൈസ്. കൈക്കുഴിയും നമ്മളൊരു 7 കൊടുത്തു. ഷോൾഡറും 7ആണ് മാർക്ക് ചെയ്യണേ. അങ്ങനെ മാർക്ക് ചെയ്ത് പിന്നെ 2 നെക്ക്, ബാക്ക് നെക്ക് ഞാൻ റൗണ്ടും ഫ്രണ്ടിൽ നെക്ക് ചെറുതായിട്ടൊരു സ്ക്വയർ വന്നിട്ട് വി പോലത്തെ ഷേപ്പിൽ 2 നെക്കുമാണ് കേട്ടോ ഞാൻ എടുക്കണേ. ഇക്കണ്ട സാധനമൊന്നും തുന്നാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സ്റ്റിച്ചിങ് ഭയങ്കരമായിട്ട് അറിയുന്ന ആളല്ല. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് ഒരു മോഡൽ മനസ്സിലങ്ങ് കാണും, ആഗ്രഹിക്കും, അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കും. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ, ഞാൻ പുറത്തോട്ട് ആർക്കും സ്റ്റിച്ച് ചെയ്യണില്ല, ഞാൻ എനിക്ക് വേണ്ടി മാത്രം സ്റ്റിച്ച് ചെയ്യുന്നത്, എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി മാത്രമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. ഇപ്പം ഞാൻ കുറേ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്തു. എനിക്കിഷ്ടമുള്ള രീതികളിലൊക്കെ ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ ഇപ്പോൾ പോകുമ്പോഴും എനിക്കിഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യും, ഇടും, പോവും. കൊച്ചിനും അതുപോലെ ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യും, മെറ്റീരിയൽ മേടിക്കും, പോവും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പം അതൊരു ഇഷ്ടമുള്ള ഒരു പരിപാടിയായി, പാഷനായി. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് മെറ്റീരിയൽസൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിടും, അതിൻ്റെ വേറെ ഭംഗിയാണ്. അങ്ങനെ നമ്മളെ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ചെറിയൊരു പഫുള്ള സ്ലീവാണ് കേട്ടോ ചെയ്യണേ. നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ച് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ അതിനുള്ള ഒരു മൂഡ് എനിക്കില്ല. ഞാനത് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒരു പീസ് വെച്ച് അങ്ങ് മറിച്ചടിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ എളുപ്പം പരിപാടി തീരുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. ഈ സ്യൂ മാജിക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാലക്കുടി പോയി മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് മേടിച്ച് കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവരിങ്ങനെ കുറേ പറഞ്ഞു തരുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ നൂലുണ്ടത്, ഇങ്ങനെ അത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇന്ന നമ്പർ കൂത്തി എന്നത് വരും, അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും എൻ്റെ തലയ്ക്കകത്തൊക്കെ പുകയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു.
നൂലിടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് ഇവിടെ വന്നിട്ട് ആരോട് ചോദിക്കാൻ പറ്റില്ലോ. ഈ മെഷീൻ യൂസ് ചെയ്ത് എൻ്റെ അടുത്ത് പരിചയത്തിലായിരിക്കും പരിചയമില്ല. ഈ മെഷീൻ ഇങ്ങനത്തെ മെഷീൻ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഴയതല്ല, ജാക്കിൻ്റെയും മറ്റേ വേറെ തരം മെഷീനുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ മെഷീനൊക്കെ ഉഷയുടെയൊക്കെ വേറെ മെഷീനില്ല, അതൊക്കെയാണ് അവർ ഉപയോഗിച്ചേക്കണം. ഇങ്ങനത്തെ മെഷീൻ ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പം നമ്മുടെ നെക്ക് പാർട്ടൊക്കെ ഇങ്ങനെയാണ്, ഫ്രണ്ടും ഇതുപോലെ തന്നെ ബാക്കും നമ്മൾ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ കൈ ഞാൻ പറഞ്ഞില്ലേ പഫ് സ്ലീവാണ് കൊടുക്കണത്. ചെറിയൊരു തുന്നലിട്ടിട്ട് നമ്മളതിൽ നൂല് പിടിച്ച് വലിച്ച് ചെറിയ പഫ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി. അത് എങ്ങനെയാണ് ഞാൻ അടുത്ത ഭാഗത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയർ ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. യോക്കിൻ്റെ കൂടെ ഫസ്റ്റത്തെ പ്ലീറ്റ് പിടിച്ചതിൻ്റെ ആ ലെയർ യോക്കിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ മെഷീനെ പറ്റി ആർക്കും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് നൂലിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോകുന്നു, വീഡിയോ എടുത്ത് പഠിച്ചിട്ട് പോകുന്നു. എന്നിട്ട് പിന്നെ ഇതിൽ നമ്പർ കുത്തി കഴിഞ്ഞ് ഇങ്ങനെ പല ഡിസൈനിലൊക്കെ സ്റ്റിച്ചൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഏതിന് ഉപയോഗിക്കണമെന്നൊന്നും എനിക്കൊരു ധാരണ ഉണ്ടായില്ല. ഞാൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു തുണി കഷ്ണം എടുക്കും, കോട്ടൻ്റെ തുണി കഷ്ണം എടുക്കും, അതിലങ്ങ് ഇത് വെച്ച് ഈ നമ്പർ അടിക്കും. അപ്പോൾ ഈ സ്കാലപ്പൊക്കെ ചെയ്യില്ല, ഡിസൈൻ ചെയ്യില്ല, അതിൻ്റെ ഇതുണ്ട്. പിന്നെ കുറേ സിഗ്സാഗ് പോലെ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഡിസൈനുകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ അടിച്ചടിച്ചടിച്ച് വെറുതെ ഇങ്ങനെ അടിച്ച് പഠിച്ച് കുറേ തുണി ഞാൻ അങ്ങനെ കളഞ്ഞിട്ട് വെറുതെ ഇതും കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേറെ ഒന്നും അതിൽ അടിക്കാൻ അറിയില്ലല്ലോ, ഒരു സാധനം അടിക്കാൻ അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇതൊക്കെ അതിൽ നിന്ന് അടിച്ച് പഠിക്കലാണ് അന്നത്തെ പണിയായിരുന്നത്. ഇതേ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് പ്ലീറ്റ് എടുക്കണതെന്ന് ഞാൻ പറഞ്ഞാൽ, ജസ്റ്റ് ഒരു അടി വെറുതെ ഒരു സിംഗിളായിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ പോവും. ഇങ്ങനെ അടിച്ച് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഏരിയയിലായിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ പോവും. അടിച്ചിങ്ങനെ പോയിട്ട് ലാസ്റ്റ് അതിൻ്റെ ത്രെഡ് വന്ന് നിൽക്കില്ലേ, ആ ത്രെഡ്, അതിൻ്റെ അടിയിലെ ത്രെഡ് 2 നൂലുണ്ടാവും നമുക്ക് ഇത് അടിച്ച് തീരുമ്പോൾ. ആ നൂലിൻ്റെ താഴത്തെ നൂല് പിടിച്ചിങ്ങ് വലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലീറ്റായിട്ട് വരും. അങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് വരും. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു രീതിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എടുക്കലാണ് പരിപാടി. അത് കാണുമ്പോൾ എളുപ്പമായിട്ടൊക്കെ നമുക്ക് തോന്നും, പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിൽ അത് അത്ര എളുപ്പമല്ല. ചില നേരത്ത് എനിക്കത്ര ക്ഷമയൊന്നും ഇല്ലാത്ത കാരണമുണ്ട് എനിക്ക് ചില നേരത്ത് ഇതിങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ വെച്ച് എനിക്ക് ഇത് വേണ്ടാത്തൊരു പണിയായിപ്പോയി എന്നൊക്കെ തോന്നിയായിരുന്നു. എന്നാലും ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നമുക്ക് ആ ചിന്തയൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. കാരണം അത് അത്ര സൂപ്പറായിട്ട് വരണം. നല്ലോണം ഇത് മെറ്റീരിയലും നല്ലോണം എടുത്തേക്കണത് കൊണ്ട് നല്ലോണം നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായി കിടക്കണതാണ്. ഞാൻ 1-2 വീഡിയോസൊക്കെ കണ്ടേക്കണേൽ ചിലവർ അത്രയും മെറ്റീരിയൽ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ പ്ലീറ്റ്സിൻ്റെ അളവ് കുറവാണ്, അപ്പോൾ ആ ഒരു ഭംഗി കിട്ടണില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ് മെറ്റീരിയൽ കൂടുതൽ ഇട്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ ഫ്ലെയറായിട്ട് നല്ലോണം പ്ലീറ്റ്സൊക്കെ ഉള്ള രീതിയിൽ വേണമെന്നായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തതാണ്. അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. നമ്മളെങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്തോ അതുപോലെ തന്നെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തു, ഇനി കൈ അടിക്കുകയാണ്, കൈ അടിച്ച് സെറ്റാക്കാണ്. അങ്ങനെ എല്ലാം ചെയ്ത് സൈഡുമൊക്കെ ഒന്ന് ഷേപ്പൊക്കെ ചെയ്ത് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയ ഷാള് കിട്ടിയിട്ട്, ഷാളെന്ന് വെച്ചാൽ ഇപ്പുറത്തുനിന്ന് ഇട്ടാൽ അപ്പുറത്തേക്ക് കാണുന്ന പോലത്തെ ഭയങ്കര നിഴലടിക്കുന്ന പോലത്തെ ഒരു ഷാളാണ്. ലൈനിങ് ഇട്ടൊന്നും എനിക്ക് അടിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ലൈനിങ് ഒന്നുമില്ലാണ്ട് വെറുതെ അത് വെട്ടി ഇത് ഇട്ടു. ജസ്റ്റ് കഴുത്തൊക്കെ ഇങ്ങനെ മടക്കി അടിച്ച് എങ്ങനെയോ ഒരു ഡ്രസ്സ് കയ്യും തലയും ഒക്കെ കടക്കണ പരുവത്തിന്, ഉടലൊക്കെ കടക്കണ പരുവത്തിന് ഒരു സാധനമാക്കി മുട്ട് വരെ ഇറക്കമുള്ള എന്തോ ഒരു സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകൻ്റെ ഡ്രസ്സില്ലേ, ആ ഒരു പച്ച ജുബ്ബ അതുപോലത്തെ സാധനം. പക്ഷെ അതിന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഭയങ്കര സന്തോഷം. അതായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്, ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലെയർ ഉണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊന്തി വരും. അത്രയും ഫ്ലെയറും നല്ലോണം പ്ലീറ്റ്സും ഒക്കെ ഉണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ. അപ്പം നമ്മുടെ കഥകളും വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു ഡ്രസ്സുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.
ഇത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മെഷർമെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് മാറ്റിയും മറിച്ചും കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ.